Hello children, welcome to our online maths classes. So we are starting chapter 8, comparing quantities. So we have completed the lesson simple equations. അതിൽ കുറച്ച് സ്റ്റെപ്പ് പ്രോബ്ലം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ദാറ്റ്സ് ഇനഫ് ഫോർ യു. ഇതിലും കൂടുതലായിട്ട് നമ്മൾ അടുത്ത വർഷം പഠിക്കും. നൗ വി ആർ ഗോയിങ് ഓൺ ടു ചാപ്റ്റർ 8. ഇതിൻ്റെ ഇടയിൽ ഒരു 3-4 ചാപ്റ്റേഴ്സ് ഉണ്ട് ദാറ്റ് വി ക്യാൻ ഡു അറ്റ് ദ എൻഡ്. അത് ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ വി ക്യാൻ ഡു ദാറ്റ് ചാപ്റ്റേഴ്സ് അറ്റ് ദ എൻഡ്. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ചാപ്റ്റർ 8 കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ്. ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ലെസൺ ഈസ് റേഷ്യോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഐ എം നോട്ട് ടേക്കിംഗ് ദാറ്റ്. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് പെർസെൻറ്റേജ്. So you have heard of this term percentage. Percentage what is the symbol of percentage? This is the symbol of percentage. We are reading it as percent. So if we are considering this as a whole figure, idoru whole figure aanu, and we are dividing it into 4 parts. അപ്പോൾ we are considering this whole figure as 100. ഹോളിനെ നമ്മൾ 100 ആയിട്ട് കൺസിഡർ ചെയ്യണം. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ടു 4, 4 ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എത്രയായിരിക്കും? That is 100 divided by 4 is 25. So this is 25%. This is 25%. This is 25%. This is 25%. Okay. So in one whole, ഒരു whole numberൽ 25% 4 എണ്ണം കൂടിയാൽ what makes it? It makes the full. അപ്പോൾ ഒരു ഫുൾ 100 കിട്ടണമെങ്കിൽ 25 തന്നെ 4 എണ്ണം വരണം. അതായത് we can add 25 plus 25 plus 25 plus 25. 4 ഭാഗങ്ങളും കൂടി കൂട്ടിക്കഴിയുമ്പോൾ we are getting it as 100. Okay. So this is the simple form of percentage. We are considering 1/4. ഒരു ക്വാർട്ടറിനെയാണ് നമ്മൾ 25% എന്ന് പറയുന്നത്. So what is 50%? 50% എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ എമൗണ്ടിൻ്റെ ഹാഫ്. ഓക്കെ. ഇപ്പോൾ 100ൻ്റെ 50% മീൻസ് നമുക്കറിയാം 100ൻ്റെ പകുതിയാണ് 100ൻ്റെ 50%. വാട്ട് ഈസ് ദാറ്റ്? 50 itself. And if we are considering 1000, okay, we are considering 1000. What is 50% of 1000? അതായത് 1000ൻ്റെ 50% എന്ന് പറഞ്ഞാൽ എന്താണ്? 1000ൻ്റെ പകുതി. വാട്ട് ഈസ് 50 ഹാഫ് ഓഫ് 1000? 500. സോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫിഗറിൻ്റെ ഒരു വാല്യൂ ആണ് പെർസെൻറ്റേജ്. Okay, 50% means half. And what is 25% of 1000? 25 എന്ന് പറയുമ്പോൾ എന്താണ്? പകുതിയുടെ പകുതിയാണ്. ഓക്കെ. നമുക്കിതിനൊക്കെ വേറെ ഫോർമുലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 1000ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 1000ൻ്റെ പകുതി, ദാറ്റ് ഈസ് 500. ആൻഡ് 25% ഓഫ് 1000 ഈസ് ഹാഫ് ഓഫ് ഹാഫ്. ഹാഫിൻ്റെ ഹാഫാണ്. അതായത് 500ൻ്റെ ഹാഫ്, ദാറ്റ് ഈസ് 25. ആൻഡ് വാട്ട് ഈസ് 75% ഓഫ് 1000? 75% എന്ന് പറഞ്ഞാൽ പകുതിയും. ദർ ഇസ് എ മിസ്റ്റേക്ക് ഇവിടെ. 1000ൻ്റെ പകുതിയുടെ പകുതി എന്ന് പറയുമ്പോൾ പകുതി 500, 500ൻ്റെ പകുതി 250. അപ്പോൾ 25% ഓഫ് 1000 ഈസ് 250. 75% എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഫിഗറിൽ നോക്കിയാൽ കാണാം. 25% എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. അതായത് 25%, 25%, 25%. 25 25 കൂടിയിട്ട് 50%. അപ്പോൾ ഹാഫും പിന്നെ ഒരു പകുതി. അപ്പോൾ എത്രയാണ്? 1000ൻ്റെ 75% എന്ന് പറഞ്ഞാൽ 750. ഇതൊക്കെ നമ്മൾ മെൻ്റലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ വൺ മോർ എക്സാമ്പിൾ. കൺസിഡർ ദ നമ്പർ 4000. 4000 ആണ് ഫുൾ എമൗണ്ട്. 4000ൻ്റെ 50% കാണണം, 50% കാണണം. വാട്ട് ഈസ് 50%? ഐ ഹാവ് ടോൾഡ് യു ഏർലിയർ ദാറ്റ് 50% ഈസ് ഹാഫ് ഓഫ് ദ ഫുൾ എമൗണ്ട്. അപ്പോൾ 4000ൻ്റെ ഹാഫാണ് 50% എന്ന് പറയുന്നത്. വാട്ട് ഈസ് 4000 ഹാഫ്? ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി. നേർപകുതി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2000. 4000ൻ്റെ 50% ഈസ് 2000. ആൻഡ് 4000ൻ്റെ 25% എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി, 25%. അപ്പോൾ 4 ഇതിൽ ഒരു ഭാഗം മാത്രം. വാട്ട് ഈസ് ദാറ്റ്? അപ്പോൾ ഈ 50% 2000 ആണ്. 2000ൻ്റെ ഹാഫ് 1000. 1000 ഈസ് 25% ഓഫ് 4000. ഇനി 75 കാണണം. 75 എന്ന് പറയുമ്പോൾ 3 25, അതായത് 50 + 25. 50 ഈസ് 50% 2000, 25% 1000. സോ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 75% കിട്ടും. ഓക്കെ. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. നിങ്ങൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫോർമുല അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഫോർമുല അനുസരിച്ച്? ദാറ്റ് ഈസ് 50% ഓഫ്
4,000 നമുക്ക് കണ്ടുപിടിക്കണം. സോ വി ആർ ചേഞ്ചിങ് ദിസ് പെർസെൻറ്റേജ് ടു 100. ഓക്കെ, പെർസെൻറ്റേജിന് ബൈ 100 ആക്കി, ഓഫിനെ മാറ്റിയിട്ട് ഇൻറ്റു ആക്കി 4,000. ഇവിടെ കോമൺ 0 കട്ട് ചെയ്ത് കളയാം. 10 and 10 കട്ട് ചെയ്ത് കളഞ്ഞു. എഗെയിൻ 10 കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഈ 0 കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ വേറെ 0 ഇല്ല. ഓക്കെ, സോ ഓൺലി 2 zeros ക്യാൻ ബി ക്യാൻസൽഡ്. അപ്പോൾ ബാക്കി വരുന്നത് 50 into 40 ആണ്. വി ആർ ഗെറ്റിംഗ് 50 into 40. ഓക്കെ, 5 into 4 is 20. 0 into 0 is 2,000. ഉണ്ടോ, സെയിം വാല്യൂ കിട്ടി. അപ്പോൾ 50% ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ജസ്റ്റ് ഫൈൻഡ് ദ ഹാഫ്. ഓക്കെ, ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഫൈൻഡിങ് ദ പെർസെൻറ്റേജ് ഓഫ് മാർക്സ്. നമുക്ക് എക്സാമിനൊക്കെ മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കണക്കൂട്ടാൻ പറ്റും. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ പെർസെൻറ്റേജ്? വി ക്യാൻ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ബൈ percentage can be calculated by using a formula. എന്താണ് ഫോർമുല? ദാറ്റ് ഈസ് മാർക്സ് സ്കോർഡ്. കിട്ടിയ മാർക്ക്, നമുക്ക് ടോട്ടൽ കിട്ടിയ ടോട്ടൽ മാർക്സ് ബൈ നമുക്ക് ടോട്ടലില്ലേ, നമുക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്സ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എക്സാമിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നിങ്ങൾ ഈ ഫോർമുല വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അയച്ചു തരണം. ഓക്കെ, അതായത് മാർക്സ് സ്കോർഡ്, ടോട്ടൽ മാർക്സ് സ്കോർഡ് ഇൻ യുവർ എക്സാം, നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്സ് ബൈ ഔട്ട് ഓഫ് എത്രയാണ്. ഇപ്പോൾ 25 നമ്മുടെ എക്സാം, 7 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. സോ ദ ടോട്ടൽ ഈസ് 175. അപ്പോൾ നിങ്ങൾക്കൊരു 100 മാർക്ക് ഉണ്ടെങ്കിൽ 100 by 175 into 100 കിട്ടിയാൽ നിങ്ങളുടെ എക്സാമിന് കിട്ടിയ പെർസെൻറ്റേജ് കിട്ടും. അതായത് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്സ് ഇൻറ്റു 100. അപ്പോൾ എന്ത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായാലും, എക്സാമിൻ്റെ കണ്ടുപിടിക്കാനായാലും ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. മാർക്സ് സ്കോർഡ് ബൈ ടോട്ടൽ മാർക്സ് ഇൻറ്റു 100. പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഒക്കെ കണ്ടുപിടിക്കാൻ ഈ ഫോർമുല അത്യാവശ്യമാണ്. അപ്പോൾ യു സ്റ്റഡി ദിസ് ഫോർമുല. മാർക്സ് സ്കോർഡ്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്സ് ഇൻറ്റു 100. സോ ഹിയർ in your textbook there is a problem, Anita's report and Rita's report. Anita is having total 320 out of 400. 400 ആയിരുന്നു അവരുടെ എക്സാം, and she has scored 320, and in Rita 300 marks out of 360. ടോട്ടൽ വ്യത്യാസമുണ്ട് കേട്ടോ. സോ ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ്? അനീറ്റ 320 by 400. അപ്പോൾ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 320 ഡിവൈഡഡ് ബൈ 400. അതായത് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. 0 രണ്ടെണ്ണം പോയി, 0 പോയി. 320 by 4 എന്ന് പറഞ്ഞാൽ അനീറ്റ ഈസ് ഗെറ്റിംഗ് 80%. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ റീത്തക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് 83.3% ആണ്. ഓക്കെ, അപ്പോൾ ഹൂ ഈസ് ബെറ്റർ ഇൻ സ്കോറിങ്? ആർക്കാണ് കൂടുതൽ പെർസെൻറ്റേജ്? റീത്ത ഈസ് ഹാവിങ് ദ മോർ പെർസെൻറ്റേജ്. നമ്മൾ ടോട്ടൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അനീറ്റയ്ക്കാണ് കൂടുതലെന്ന്, ബട്ട് ദ ഔട്ട് ഓഫ് മാർക്ക് കൂടുതലാണ്. ഔട്ട് ഓഫ് ഇവിടെ 400 ആണ്, ഇവിടെ 360 ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ്, ആൻഡ് ബേസ്ഡ് അപ്പോൺ ദ പെർസെൻറ്റേജ് റീത്ത ഈസ് ഷോയിങ് ദ ഗ്രേറ്റർ studies. So how can we find the percentage? Marks scored by total marks into 100. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് ചെയ്തിട്ടൊന്ന് അയച്ചു തരണം കേട്ടോ. ഓക്കെ, we can start doing the exercise in page number 164. exercise 82ലാണ് നമുക്ക് ചെയ്യാനുള്ളത്. I will show you two problems and remaining you have to do as the homework. So you have to convert the given fractional numbers to percent. fractional number percent ആക്കണം. Okay, so 1/8 is the fractional number. How can we convert it into percent? We can see that 1/8. For converting 1/8 into fraction, we have to multiply with 100. ഓക്കെ, അപ്പോൾ ഏതൊരു ഫ്രാക്ഷൻ കിട്ടിയാലും അതിനെ പെർസെൻറ്റിലേക്ക് ആക്കാനായിട്ട് 1/8 ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. 1/8 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ മുകളിലത്തെ മാത്രം നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. അതായത് 1 ഇൻറ്റു 100/8. ഇതൊക്കെ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, വീണ്ടും പറയാനൊന്നും പറ്റില്ല. കുറേ പേർക്ക് ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല. സോ നമ്മൾ ഫ്രാക്ഷനായിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മുകളിലത്തെ മാത്രമേ ഇൻറ്റു ചെയ്യുള്ളൂ. 1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 8. 1 ഇൻറ്റു 100/8. 1 ഇൻറ്റു 100 ഈസ് 100 ഡിവൈഡഡ് ബൈ 8. നമ്മളതിനെ ഡിവൈഡ് ചെയ്യും. 100 ഉള്ളിലിട്ട് 8 പുറത്തിട്ട് ഡിവൈഡ് ചെയ്യും. 1 8 are 8 20
28 പോവില്ല. What is that? 20 is not in 8. We are taking 2. 2 8s are 16. 4. ഒരു പോയിൻ്റ് നമ്മളിട്ടു. ഡിവിഷനിൽ അങ്ങനെ നമ്മൾ പോയിൻ്റ് ഇടാറുണ്ട്. 40. 12.5. 44. What is the answer? It is 12.5. And what is the unit? അപ്പോൾ നമ്മൾ ഈ 1/8നെ പെർസെൻറ്റേജിലേക്ക് ആക്കി. ഇനി നമ്മൾ എഴുതുമ്പോൾ ആൻസറിൽ പെർസെൻറ്റേജിൻ്റെ ചിഹ്നം വേണം. ദാറ്റ് ഈസ് 12.5%. Okay. So to convert a fraction into decimal, we have to multiply by 100. 100 multiply ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യില്ല, ന്യൂമറേറ്റർ മാത്രമേ ചെയ്യുള്ളൂ. ഇത് by 8 ആയിട്ട് കിടക്കും. Okay, so you understand how to do multiplication of fraction. Now I will show you one more question, that is 5/4. 5/4 into 100 ചെയ്യണം. So we have to multiply the numerator. 5 into 100 divided by 4, that is 500 divided by 4. നമ്മൾ എന്ത് ചെയ്യും? 500 divided by 4 ഇവിടെ ചെയ്യാം. 1 4s are 4, 10, 2 4s are 8, 20, 5 4s are 20. The answer is 125. എന്താണ്? 125%. Okay, 125%. ഇവിടെ 12.5% ആയിരുന്നു, ഇവിടെ 125%. So to convert a fraction into a decimal, multiply by 100 and only multiply the 100 with the numerator and divide with the denominator. Okay, so you can do all this in the notebook, that is A, B, C, D. Okay, ഒരുപോലത്തെ ഉള്ള കാര്യങ്ങളാണ് അങ്ങോട്ട് ചെയ്തിട്ട് അയക്കുക. Second question we can avoid, it is very confusing. So you do the first question and then we can switch on to the third question. So here fractions ആയിട്ട് ഇവിടെ fractions തന്നിട്ടുണ്ട്. Estimate what part of the figure is colored and hence find the percent which is colored. അപ്പോൾ ആദ്യം ഫ്രാക്ഷൻ ആയിട്ട് ഇത് കണ്ടുപിടിക്കണം. Then we have to find the percentage. First question എന്ന് പറയുമ്പോൾ this is a full circle, അതിൽ this is only shaded. അപ്പോൾ എന്താണ് ഫ്രാക്ഷൻ? ഡിനോമിനേറ്റർ 4 ആയിരിക്കും, ബിക്കോസ് 1 2 3 4 ഹോൾ പാർട്ട് 4 ആണ്. ആൻഡ് വാട്ട് ഈസ് ദ പോർഷൻ ഓഫ് ഷെയ്ഡഡ് പോർഷൻ? 1. സോ ദ ഫ്രാക്ഷൻ ഈസ് 1/4. 1/4 is the fraction, and we have to convert this fraction into percent. How we can convert into percent? We can multiply by 100. That is 1 into 100 is 100 divided by 4, and 100 divided by 4 is 25. Okay, so after finding the percentage we have to write the sign percent. In that way we have to find this, അതായത് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഇതിൽ 1 2 3 4 5 ആണ് ഡിനോമിനേറ്റർ. മുകളിൽ ഷെയ്ഡഡ് പോർഷൻ എത്രയാണ്? ഷെയ്ഡഡ് പോർഷൻ 1 2 3 3/5. ഇനി 3/5 എങ്ങനെയാണ് പെർസെൻ്റ് ആക്കുന്നത്? 3/5 ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ നോട്ടിൽ ചെയ്യാം. ദെൻ ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 8 ആണ് ഡിനോമിനേറ്റർ. ആൻഡ് ഹൗ മെനി ഈസ് ദ ഷെയ്ഡഡ് പോർഷൻ? 3. 3/8 we have to convert it into fraction, അതായത് 300/8 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആൻഡ് we have to put the sign percent. So in this way you do in the notebook. ഈ ഫ്രാക്ഷൻ ഈ ഫിഗർ വരയ്ക്കുക, അതിൻ്റെ ഫ്രാക്ഷൻ എഴുതാം. ദെൻ ഫ്രാക്ഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റ് ഇങ്ങനെ എഴുതിയിട്ട് അവസാനം പെർസെൻറ്റ് എന്നുള്ള സൈൻ എഴുതി. യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ ദ നോട്ട്ബുക്ക്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4. വി ഹാവ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് എ ഗിവൺ നമ്പർ. ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഐ ഹാവ് റിട്ടൺ ദ ഫോർമുല. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? 15% ഓഫ് 250 കണ്ടുപിടിക്കാൻ we have to change this percentage to 100. 15/100 ഓഫ് മാറ്റിയിട്ട് ഇൻറ്റു ചെയ്യാം, ഇൻറ്റു 250. സോ എത്ര സീറോസ് ഉണ്ട്? അത് കട്ട് ചെയ്ത് കളയാം. 0 0 കട്ട് ചെയ്ത് കളഞ്ഞു. 15 × 25/10 10. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ 25ഉം 10ഉം 5ൻ്റെ ടേബിളിലുണ്ട്. 25 is it in 5 times, 10 is in 2 times. അപ്പോൾ എന്താവും? 15 × 5/2. What is 15 × 5? That is 75. 15 × 5 is 75 divided by 2. അതായത് 75 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ 30
7.5. Okay, and what is the പെർസെൻറ്റേജ് അല്ല, ഇത് നമ്പറാണ്. അപ്പോൾ ഇവിടെ സൈനൊന്നും വേണ്ട. നമ്മൾ 250യുടെ 15% കണ്ടുപിടിച്ചതാണ്. 250 15% ഓഫ് 250 ദാറ്റ് ഈസ് 37.5. ഓക്കെ, ഇൻ ദിസ് വേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ തവണ കാണുക, സ്റ്റെപ്സൊക്കെ മനസ്സിലാക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുക. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 1% ഓഫ് 1 hour. We have to find out 1% of 1 hour. We all know that 1 hour is 60 minutes. 1 hour is equal to 60 minutes. So 1% of 1 hour എന്ന് പറഞ്ഞാൽ 1/100 into 60. അതായത് 1% of 1 hour is equal to 1/100 ഇൻറ്റു, ഓഫ് മാറ്റി ഇൻറ്റു ആക്കി, 1 hour മാറ്റിയിട്ട് 60 ആക്കി. 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താവും? 1 into 6/10. 6/10 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ടേബിളിൽ 2 പോകും. 6 2ൽ 3 times, 10 2ൽ 5 times. സോ 3/5. ഇപ്പോൾ ഇത് ഏതിലാണ് കിടക്കണേ? അവറിലല്ല അല്ലേ? അവറിൽ നിന്ന് നമ്മൾ മിനിറ്റിലേക്ക് മാറ്റി. അപ്പോൾ അതിവിടെ എഴുതണം 3/5 minutes. ഓക്കെ, അപ്പോൾ 1 hourൻ്റെ 1 ആയിട്ടല്ല കിടക്കണേ. 1 hour എത്രയാണ്? 1% ഓഫ് 1 hour എന്ന് പറഞ്ഞാൽ 1 hourനെ മാറ്റി നമ്മൾ 60 minutes ആക്കി, ആൻഡ് പെർസെൻറ്റേജ് മാറ്റി ബൈ 100 ആക്കി, ഓഫ് മാറ്റി ഇൻറ്റു ആക്കി, 60 minutes മിനിറ്റ്സിൽ തന്നെ. ഇത് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ്സിലും കണ്ടുപിടിക്കാം. നൗ വി ആർ ഡൂയിങ് അപ് ടു മിനിറ്റ്സ്. ഓക്കെ, സോ യു ഡു ദ റിമൈനിങ് ഓൾസോ. എന്താ ഇതുപോലെ 1% 1 hour, 20% ഓഫ് റുപ്പീസ് 2500 റുപ്പീസാണ്. അപ്പോൾ അവസാനത്തെ ആൻസറിൽ റുപ്പീസ് എന്നുള്ള യൂണിറ്റ് വേണം. അപ്പോൾ 20/100 ഇൻറ്റു 2500. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ is 75% ഓഫ് 1 kg. 75% ഓഫ് 1 kg എന്ന് പറഞ്ഞാൽ 1 kgനെ മാറ്റിയിട്ട് നമ്മൾ 1000 gram ആക്കണം. ഓക്കെ, സോ 1000 gram ആക്കിയിട്ട് 75% ഓഫ് 1000 gram കാണണം. 75/100 ഇൻറ്റു 1000 അങ്ങനെ ക്യാൻസൽ ചെയ്ത് യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വീണ്ടും കാണാം. പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നോട്ടിൽ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. സോ യു പ്ലീസ് കംപ്ലീറ്റ് ദ നോട്ട് ആൻഡ് സെൻഡ് ടു മീ വിത്തിൻ 2 days. 2 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാന്നാലേ അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ലീനിയർ ഇക്വേഷൻസ് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വി ആർ കമ്പയറിങ് ക്വാണ്ടിറ്റീസ്. ചാപ്റ്റർ 8 ആണ് പഠിക്കുന്നത്. ചാപ്റ്റർ 8 കമ്പയറിങ് ക്വാണ്ടിറ്റീസിൽ പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഡു ദ ഹോംവർക്ക്. ഓക്കെ, താങ്ക് യു.